ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ടുള്ളത് മിക്കവർക്കും അറിയാവുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഈ എനിമ കൊടുക്കുമ്പോൾ ഉള്ള പേഷ്യൻറ്റിനെ ഏത് പൊസിഷനിൽ കിടത്തണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാനിപ്പോൾ വായിച്ച ടെക്സ്റ്റ് ബുക്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് പേഷ്യൻറ്റിന് കോൺസ്റ്റിപ്പേഷൻ ആണ്, അങ്ങനെ ഇത്ര ദിവസം കോൺസ്റ്റിപ്പേഷൻ കൊടുത്തു, അങ്ങനെ അവസാനം എനിമ കൊടുക്കുവാണ്, അപ്പോൾ അത് ഏത് പൊസിഷൻ എന്നുള്ളത്. അപ്പം അങ്ങനെ സ്റ്റോറി അവർ ആദ്യം പറയും, പേഷ്യൻ്റെ സെനാറിയോ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. ചിലപ്പം സർജറിക്ക് പോകുന്ന പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എനിമ കൊടുക്കുവാണ്, അപ്പം ഏത് പൊസിഷനിൽ കൊടുത്തിട്ടാണ് എനിമ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡുണ്ട്, ലെഫ്റ്റ് സിംസ് ഉണ്ട്, റൈറ്റ് സിംസ് ഉണ്ട്, പിന്നെ ലെഫ്റ്റും റൈറ്റും വിത്ത് 45 ഡിഗ്രി ഹെഡ് എലിവേറ്റ് ചെയ്ത്, അങ്ങനെയാണ് 4 ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡ് ഫ്ലാറ്റായിട്ട് പേഷ്യൻറ്റിനെ കിടത്തി ലെഫ്റ്റ് സൈഡ് അല്ലെ ലെഫ്റ്റ് സിംസ് പൊസിഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം എന്തുകൊണ്ടാണ് അത് ലെഫ്റ്റ് സൈഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേറ്റ് കോളൻ്റെ, അതായത് കോളൻ്റെ ഒരു അനാട്ടമി അനുസരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എനിമ കോളൻ്റെ അകത്തോട്ട് പോകും. അപ്പം അതിന് വേണ്ടിയാട്ടോ ആ പൊസിഷൻ കൊടുക്കുന്നത്. പിന്നെ ഒരിക്കലും ഹെഡ് എലിവേറ്റ് ചെയ്ത് വെക്കില്ല. അപ്പം ഇങ്ങനെ ഒരു പൊസിഷനിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വിട്ട് ഹെഡ് എലിവേറ്റഡ് എന്ന് ഒക്കെ വരുവാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഓപ്ഷൻ കൊടുക്കരുത്. കാരണം എനിമ കൊടുക്കാൻ തന്നെ ഫ്ലാറ്റായിട്ടാണ് പേഷ്യൻറ്റിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിളാണ്, പക്ഷേ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.